പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 20 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സഞ്ചാരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു
സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരേ സബ്ജക്റ്റ് തന്നെ ഡീൽ ചെയ്യണം അല്ലേ? ഒരേ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം എൻ്റെ തരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഈ സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലെ സ്വയം പ്രേരിതമായിട്ടുള്ള കളകളെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഭു അങ്ങ് നമ്മളെ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? അത് പറയും അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറയും. അത് പുറത്തുനിന്ന് തന്നെ കളകളാണ്, പക്ഷെ അകത്തുനിന്ന് തന്നെ കളകൾ ഉണ്ടാകും. മത്തായി 13:27 വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? കളകൾ ഉണ്ടായത് എങ്ങനെ? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. ഒരു എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്നുള്ള ഒരു ബാഹ്യ ശക്തിയാണ്, ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പൊ കളകള് പുറത്തുനിന്ന് വരാം, അങ്ങനെ നമ്മുടെ വിശ്വാസം ഫെയ്ഡാകാം. മറ്റുള്ളവർ പറയും ഓ അതല്ലെങ്കിലും നീ ജയിക്കുമായിരുന്നു, അല്ലെങ്കിലും ആ ഉദ്യോഗം നിനക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിലും പ്രാർത്ഥിച്ചവർക്ക് മാത്രമാണ്, പ്രാർത്ഥിക്കാത്തവർക്കും വിസ പ്രോസസ്സ് ചെയ്തില്ലേ. അപ്പോൾ പുറത്തുനിന്ന് കളകൾ വിതക്കും. അപ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ അത് വിശ്വസിക്കും. ചിലപ്പോൾ ശരിയായിരിക്കും അല്ലേ? ഈ സ്വന്തം അമ്മ തന്നെ ഇപ്പം പറയും എൻ്റെ മകളെ കണ്ണ് പൂട്ടിയിട്ടില്ല, കണ്ണ് പൂട്ടാതിരുന്ന് കാല് ചരുവത്തിനകത്ത് വെള്ളം എടുത്തിട്ട് കാല് വെള്ളത്തിൽ വെച്ചാണ് പഠിച്ചത്. ഇപ്പം ആദ്യം അങ്ങനെ പറയത്തില്ല. ആദ്യം പറയണത് അവൾ പ്രാർത്ഥിച്ചായിരുന്നു, ഞാനും പ്രാർത്ഥിച്ചായിരുന്നു, ഞങ്ങളെല്ലാം കുടുംബത്തോട് പ്രാർത്ഥിച്ചായിരുന്നൊക്കെ പറയണ ആൾക്കാർ 6 മാസം കഴിയുമ്പോൾ പറയും ചരുവത്തിൽ വെള്ളം വെച്ചായിരുന്നു, കണ്ണ് പൂട്ടാതെ ഇരുന്നാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിന്നെന്ത് ചെയ്യും? അത് വേറെ ആൾക്കാർക്ക് കൊടുക്കും. അല്ലെങ്കിൽ നല്ല ട്യൂഷൻ മാസ്റ്റർ, ഇപ്പം തന്നെ ചില ആൾക്കാരൊക്കെ സ്പോർട്സിനൊക്കെ പോകും. അപ്പം അവർ കന്ന കാളയിൽ നിന്ന് മറ്റും നിലവിളിച്ച് ജപമാല ചൊല്ലി കൃപാസനം കാശുരൂപമൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെയാണ് ഇത് ചെയ്യണമെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ സാറാണ് ജയിപ്പിച്ചെന്ന് പറയും. ആര്? ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്പോർട്സിൻ്റെ ട്രെയിനറില്ലേ എന്ന് പറയും. പിന്നെ മാതാപിതാക്കന്മാരെ പറയും. 3-ാം കൂലിയായിട്ടാണ് ദൈവത്തെ പറയണത്. അവരറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല, പക്ഷെ അറിയാതെ ചെയ്താലും പണി പാഴ്സൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ ജമീമയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഹൈലൈറ്റ് ആകണം. എന്നാ ഈശോയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് കോടികളോട് പറയും. ഫസ്റ്റ് റെഫറൻസ് ജീസസിനാണ്. നിങ്ങൾ ദൈവത്തിന് റെഫറൻസ് കൊടുക്കണം എന്നല്ല, ദൈവത്തിന് നിങ്ങൾ കൊടുക്കണ വേസ്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ട്രഫറി, ആദ്യം ഗൈഡ്, ആദ്യം കോച്ച്, പിന്നെ മാതാപിതാക്കന്മാർ, പിന്നെ ദൈവം എന്ന് പറയുമ്പോൾ 3-ാമത്തെ വേസ്റ്റാണ് ദൈവത്തിന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മിണ്ടായിരിക്കണം നല്ലത്. വായു വല്ല ക്ലിപ്പിട്ടിരിക്കുന്ന നല്ലത്. മിണ്ടണ്ട. വെറുതെ ദൈവത്തിൻ്റെ കാര്യം 3-ാമത് പറഞ്ഞ് പണി മേടിക്കേണ്ട ആവശ്യമുണ്ട്. നിൻ്റെ വേസ്റ്റ് അടിക്കാതിരിക്കണം ദൈവം. അപ്പം മിണ്ടത് നീ. അപ്പം എന്താ? അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ ഫസ്റ്റായിട്ട് പറഞ്ഞേക്കണം, അല്ലെ പറയാൻ നിൽക്കരുത്. കാരണം നീ ദൈവത്തെ അല്ലല്ലോ അവലംബിക്കണത്. പിന്നെന്താ ദൈവത്തിന്റെ കാര്യം പറയണേ? റോമ 1:23 അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അപ്പം ഇതുപോലെ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആർക്ക് കൊടുത്താലും എപ്പോഴും നമ്മൾ സംഭവം, നിങ്ങളുടെ പരിഗണന പട്ടികയിൽ ദൈവം ഉണ്ടെങ്കിൽ അത് 1-ാം സ്ഥാനത്ത് വരണം, അല്ലെ പിന്നെ മിണ്ടാതിരിക്കണം.
അതാണ് ജെമീമ അവിടെ വിജയിക്കുന്നത്. അവൾ 1ാം സ്ഥാനത്ത് കർത്താവിനെ കൊണ്ടുവന്നു. പിന്നെയാണ് കോച്ചും, പിന്നെയാണ് വീട്ടുകാരൊക്കെ വരുന്നത്. ഇവർ തെറ്റാണെന്നല്ല പറഞ്ഞത്, റെഫറൻസ് നിൻ്റെതാണ്. അപ്പം നീ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. എന്ത് നന്ദി പറഞ്ഞാൽ ദൈവത്തിന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പറയണമെങ്കിൽ 1, 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ഒരിക്കലും പറയരുത്. അത് പറഞ്ഞ് പണിമെടുക്കാൻ തുല്യമായിരിക്കും. അത് റോമ 1:23 അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആൾക്കാർക്ക് കൊടുത്തവരിയിരിക്കും. കോച്ചിനും മാതാപിതാക്കന്മാരും കൊടുത്തവരിയിരിക്കും, അല്ലെങ്കിൽ അധ്യാപകർ കൊടുത്തവരിയിരിക്കും. അല്ലെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് ദൈവവിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമല്ല. വിശ്വാസ ജീവിതത്തിൽ സൂക്ഷ്മത കുറയണത് എപ്പോഴും കത്തോലിക്കർക്കായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് എത്രയോ ഞാൻ പറയുന്നുള്ളൂ ആൾക്കാരെ.